Hello friends, Tech Info Cafeയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിന്റെ ഏർണിങ്സ് പോലെ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് വ്യൂസും സബ്സ്ക്രൈബറും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യാണ്ട് അവസാനം വരെ കാണണം. യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഈ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഒരേ സമയം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. അതുപോലെ നിങ്ങളുടെ യൂട്യൂബിനായിക്കോട്ടെ നല്ല റീച്ചും അല്ലെങ്കിൽ നല്ല വ്യൂവേഴ്സും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യൂസും റീച്ചും അല്ലെങ്കിൽ നല്ല ഏർണിങ്സും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മെത്തേഡാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതേ സമയം തന്നെ ഫേസ്ബുക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ അക്കൗണ്ട് തുടങ്ങുക. പുതിയ അക്കൗണ്ട് എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഒരു യൂട്യൂബിൽ നിങ്ങളുടെ ചാനലിന് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കിടിലം വീഡിയോ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഇനി എങ്ങനെയാണ് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങേണ്ടത് എന്ന് അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം വീഡിയോ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ആ പേജിലൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലൂടെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് നമുക്ക് നല്ല വ്യൂസ് കൊണ്ടുവന്ന് നമുക്ക് യൂട്യൂബിൽ ഇൻകം കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലൂടെയും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബിൽ നിന്നുള്ള ഇൻകം അതുപോലെ ഫേസ്ബുക്കിൽ നിന്നുള്ള ഇൻകം കൂടി ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിലൊരു ഇൻകം ഓൺലൈൻ മുഖേന നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തത്, അതായത് നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലൂടെ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നും അതിൽ നിന്നും എങ്ങനെ ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. പാർട്ട് 1 ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ചെയ്തതിൻ്റെ വീഡിയോ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ പോയി കാണുക. ഞാൻ പിൻ ചെയ്ത് ഈ ലിങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടാണ്ട് തന്നെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോൺ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് ഈ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ സെയിം തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം പേജസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ പേജസും അവിടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് 2 ചാനലുണ്ട്. എനിക്കൊരു വാട്സപ്പ് സ്റ്റാറ്റസിൻ്റെ ഒരു ചാനലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു പേജും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ പേജ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് അല്ലെങ്കിൽ നല്ല റീച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു പ്ലാറ്റ്ഫോം മുഖേനയും നമുക്ക് അതിലേക്ക് വരും. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മുഖേന നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കാനും സാധിക്കും. അപ്പോൾ ഇതിൽ ടോപ്പ് പേജസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ പേജസിൽ ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഈ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ മെത്തേഡ്. അല്ലെങ്കിൽ താഴെ കാണുന്ന ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേജിൻ്റെ നെയിം, അതായത് പേജിൻ്റെ നെയിം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനും വ്യൂസിനും വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിനും നല്ല റീച്ചിലേക്ക് എത്തുന്നതിനും വേണ്ടിയാണ് നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമായി വരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് പേജിനും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ നെയിം തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചാനലിൻ്റെ നെയിം തെറ്റാണ്ട് തന്നെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അത് സേവ് ആകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനവിടെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് നെയിം വരില്ല. കാരണം ഓൾറെഡി തന്നെ നമ്മുടെ ടെക് ഇൻഫോ കഫേ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെയിം നെയിം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഒന്നിലധികം യൂട്യൂബ്
ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്യുക. കാരണം ഒരു ചാനൽ ഒന്ന് ഗ്രോത്ത് കിട്ടി അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് നല്ല ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്നിൽ കൂടുതൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഒന്ന് നല്ലൊരു ഗ്രോത്ത് കിട്ടി കഴിഞ്ഞ ശേഷമാണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് ടൈം വെറുതെ പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. എല്ലാം ഒന്നിനും ഗ്രോത്ത് ഇല്ലാണ്ട് നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മുടെ പേജ് നെയിം എൻ്റർ കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ കാറ്റഗറി എന്താണെന്ന് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ അല്ലെങ്കിൽ പേജിൻ്റെ കാറ്റഗറി എന്താണെന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ടെക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ടെക് ചാനലാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാറ്റഗറിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനിവിടെ സയൻസ് ആൻഡ് ടെക് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തു. ഇനി അടുത്ത കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യണം. എന്താണ് അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോ ഏതൊക്കെ കാറ്റഗറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണമെന്ന് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ കുക്കിംഗ് സെലക്ട് ചെയ്യുക. ടെക് ചാനലാണെങ്കിൽ ടെക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണെങ്കിൽ എഡ്യൂക്കേഷൻ കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്തു, മ്യൂസിക് ബാൻഡ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം താഴത്തോട്ട് വന്നപ്പോൾ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെലക്ട് ചെയ്തു. ഞാനിത് വെറുതെ സെലക്ട് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാറ്റഗറി എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി കുക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 3 കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഡർ കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ബയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ബയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ചാനലിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങളുടെ ചാനലിൻ്റെ, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന അതേ കീവേഡ് അല്ലെങ്കിൽ അതേ ടെക്സ്റ്റ് എടുത്ത് നമുക്കിവിടെ കോപ്പി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ എന്താണ്, ഈ ചാനൽ ഫേസ്ബുക്ക് പേജ് എടുക്കുന്ന ആളുകൾക്ക് ഈ ഫേസ്ബുക്ക് പേജിൽ നിന്ന് എന്ത് ടൈപ്പ് വീഡിയോസാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചാനലാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഈ ഫേസ്ബുക്ക് ഡിസ്ക്രിപ്ഷൻ, അതായത് പേജ് ഡിസ്ക്രിപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഒരു 2 ലൈനിലോ 3 ലൈനിലോ വരുന്ന രീതിയിൽ നല്ലൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം കോൺടാക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ വെബ്സൈറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിനോ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലുമായിട്ട് നിങ്ങൾക്ക് കൊളാബ് ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുമായിട്ട് നിങ്ങൾക്ക് പരസ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയോ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് കണ്ട് അത് മുഖേന നിങ്ങളുമായിട്ടൊരു കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കൊരു വരുമാനം കിട്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ഇഷ്ടമുള്ള ഏത് മെയിലാണെങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ താല്പര്യമുള്ള മെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോൺ നമ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാണ്ട് നിങ്ങളുടെ ചാനലിന് ഉപയോഗിച്ചിരിക്കുന്ന നമ്പർ നിങ്ങൾ കൊടുക്കുക. കാരണം നിങ്ങൾക്ക് എപ്പോഴും കോൾ വരാണ്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് കമൻറ്റ് നല്ല രീതിയിൽ ചീത്തയായി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടിയോ ഇവിടെ നിങ്ങൾ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം അഡ്രസ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ചാനലിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിനനുസരിച്ച് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് 100% ഉറപ്പില്ലാത്ത വീഡിയോസാണ്, നല്ല നെഗറ്റീവ് കമൻസുകൾ വരുന്ന ഒരു വീഡിയോസാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഉള്ള ചാനലുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അഡ്രസ്സ് കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഒരു കുക്കിംഗ് ചാനലാണ് അല്ലെങ്കിൽ നല്ല കുറച്ച് റീച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ട്രാവൽ വ്ളോഗറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക. കാരണം നിങ്ങളുമായിട്ട് കൊളാബ്സ് ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു മെത്തേഡിന് വേണ്ടിയാണ് അഡ്രസ്സ് കൊടുക്കാൻ പറഞ്ഞത്. ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അഡ്രസ്സ് കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കുറച്ചുകൂടി ജെന്യൂനിറ്റി വരും നമ്മുടെ അഡ്രസ്സ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അകത്ത് എപ്പോഴാണ് ആക്റ്റീവ്, നിങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേജ് എത്ര ടൈമിലായിരിക്കും ആക്റ്റീവായിട്ടിരിക്കുക. ചിലപ്പോൾ ഒരു 24 മണിക്കൂർ ആക്ടിവേറ്റ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഹവേഴ്സിൽ ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഹവേഴ്സ് അവൈലബിൾ, അതായത് ഒരിക്കലും അവൈലബിൾ അല്ലാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഓൾവേസ് ഓപ്പൺ, അതായത് നമ്മുടെ ചാനൽ എപ്പോഴും ഓൾവേസ് ഓപ്പൺ ഇരിക്കണമായിരിക്കും നല്ലത്. കാരണം ഒരു യൂട്യൂബ് ചാനലാണ്. കാരണം 24 അവേഴ്സും നമ്മുടെ വീഡിയോസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആളുകൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ ചാനലും യൂട്യൂബ് ചാനലും 24 അവേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജും നമുക്ക് 24 അവേഴ്സ് നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ ഓപ്പൺ ആക്കി വെക്കുന്ന രീതി സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഈ ഇൻ്റർഫേസിലാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ എഡിറ്റ് ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ ആക്ഷൻ ബട്ടൺ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിത് ഇവിടെ
ഈ ആക്ഷൻ ബട്ടൺ കണ്ടോ, അത് വാട്സപ്പിൻ്റെ ഒരു ചിഹ്നമാണ് ഇവരിവിടെ നമുക്ക് പോപ്പപ്പ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആക്ഷൻ ബട്ടൺ എന്ന് ഉപയോഗിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒന്നിൽ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കോ നമുക്ക് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ട്രൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ട്രൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പേജിന്, അതായത് നമ്മുടെ പേജ് എന്ത് ടൈപ്പ് പേജാണ്, ഇപ്പോൾ ഒരു ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് പേജ് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐക്കൺസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിംഗ് വെബ്സൈറ്റിലേക്ക് പോകുന്ന രീതി ചെയ്യുക. ഇപ്പോൾ നമ്മളിടുന്ന പേജ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് റീഡയറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാച്ച് നൗ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. യൂട്യൂബ് വീഡിയോയ്ക്ക് റീച്ച് കിട്ടണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ചാനൽ, അതായത് യൂട്യൂബ് ചാനലിൻ്റെ അതേ നെയിമിൽ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വാച്ച് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ URL പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഏതാണോ ആ യൂട്യൂബ് ചാനലിൻ്റെ URL നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനും സബ്സ്ക്രൈബറിൻ്റെ എണ്ണം കൂട്ടുന്നതിനും വേണ്ടിയും അതുപോലെ നല്ലൊരു വ്യൂസ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വാച്ച് നൗ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ URL ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കാര്യം മറക്കാണ്ട് തന്നെ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് സേവ് ആവുന്നതാണ്. അപ്പോൾ ബാക്കിലേക്ക് വന്നു, നമുക്കത് ആക്ഷൻ ബട്ടൺ കസ്റ്റമൈസ് ചെയ്തു, ഇത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്കിവിടെ പിക്ചർ സെലക്ട് ചെയ്യാം. ഇവിടെ രണ്ട് രീതിയിൽ പിക്ചർ സെറ്റ് ചെയ്യാം. ഒന്ന് ബാനറായിട്ട് ബാക്കിൽ വരുന്ന ഒരു പിക്ചർ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ വരുന്ന നമ്മുടെ ഒരു പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയും നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഒന്നിൽ നമ്മുടെ ഫോട്ടോയോ നമുക്ക് എഡിറ്റ് ചെയ്ത ഫോട്ടോയോ എന്ത് വേണമെങ്കിലും നമ്മുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്യാമറ മുഖേന നമുക്ക് എടുത്തിടാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ യൂസ് ചെയ്യുക. എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജിൻ്റെ ബാനറും പ്രൊഫൈൽ ഫോട്ടോയും നിങ്ങൾക്ക് ഇതിൽ കറക്റ്റ് സ്യൂട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സ്യൂട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫേസ്ബുക്ക് പേജിൻ്റെ ബാനർ പോസ്റ്റും അതുപോലെ പ്രൊഫൈൽ ഫോട്ടോയും എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാം എന്നുള്ളതിൻ്റെ കറക്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയാം, നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ ഇട്ടിട്ടുള്ള ഫോൺ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ നമ്മുടെ രാജ്യം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതൊരു കൺട്രി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. നിങ്ങൾ ഏത് രാജ്യത്തിരുന്നാണോ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ നമുക്കൊരു കോഡ് ജനറേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണ് ഏത് നമ്പറാണ് ഇട്ടിരിക്കുന്നത്, ഏത് രാജ്യത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ കോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫോണിലേക്ക് ഒരു 5 ഡിജിറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു 5 ഡിജിറ്റിൻ്റെ കോഡ് അവർ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ കോഡ് കിട്ടുന്നത് വരെ. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷവും നമുക്ക് കോഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കോഡ് കിട്ടിയില്ലെന്ന് വരെ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് ചെയ്താലും മതി. ഞാനിവിടെ സ്കിപ്പ് ഓപ്ഷൻ ചെയ്തു. ഇപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞ ശേഷം നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് SMS മുഖേന നിങ്ങളുടെ കോഡ് കിട്ടിയില്ല അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ കോഡ് കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്കത് പിന്നീട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ കുറച്ച് ഓരോ ഓപ്ഷൻ വന്നു. നമ്മുടെ പേജ് ഒന്ന് ബിൽഡ് ചെയ്യണം. അത് നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബറിനെ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ടിനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്താലും മതി, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പേജ് നോട്ടിഫിക്കേഷൻ പ്രൊഫൈലിൽ വരുന്നതിന് വേണ്ടിയുള്ളൊരു സെറ്റപ്പാണിത്. അതായത് മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഇമെയിൽ അബൌട്ട് യുവർ പേജ്. നമ്മുടെ പേജിന് ഒരു മാർക്കറ്റിംഗ് ഇമെയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേജ് നോട്ടിഫിക്കേഷൻ ഒരു പ്രൊഫൈൽ. ഇത് നിങ്ങളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേജ് ക്രിയേറ്റ് ആയി. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഫേസ്ബുക്ക് പേജ് വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സ്റ്റാർട്ട് ടൂർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർ നമുക്ക് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ പറഞ്ഞു തരും. അതായത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ഗ്രോത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് നമുക്ക് എങ്ങനെ അടിപൊളി പ്രോ സ്റ്റൈലിൽ നമുക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു തരും. അപ്പോൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഒരു ചെറിയൊരു ഇൻ്റർഫേസിലാണ് വന്നിരിക്കുന്നത്. കാരണം ഞാൻ ഇതിൻ്റെ അകത്ത് പ്രൊഫൈൽ ഫോട്ടോയും ഫേസ്ബുക്ക് പേജിൻ്റെ ബാനറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് എഡിറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക് ബാനറും അതുപോലെ പേജ് പ്രൊഫൈലും എഡിറ്റ് ചെയ്ത് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് പോയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് പേജാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നല്ല വ്യൂസും അതുപോലെ നല്ല റവന്യൂയും കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്യുന്നതിനൊപ്പം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ വീഡിയോ തന്നെ ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് നല്ല വ്യൂസും അതുപോലെ നല്ല വരുമാനവും ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ യൂട്യൂബിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും ഫേസ്ബുക്കിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും രണ്ടും രണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ വരും വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഒരു തുടക്കക്കാർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ മാത്രം ചെയ്യുന്നവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. കാരണം നിങ്ങൾക്ക് ഒരു യൂട്യൂബിൽ ഒരു തുടക്കക്കാരാണെങ്കിൽ യൂട്യൂബ് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഫേസ്ബുക്കിലും ഗ്രോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫോളോവേഴ്സും അല്ലെങ്കിൽ നല്ലൊരു സബ്സ്ക്രൈബർ കൗണ്ടും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോയതുകൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒട്ടും സംശയിക്കാണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്.